വനിതാ ദിനത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഗമം ശ്രദ്ധ നേടി. വുമൺ വൈബ് എന്ന പേരിൽ വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ ബൈജു IPS ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റൂറൽ ജില്ലയിലെ മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന വിവിധ പരിപാടികളാണ് വടകര സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വെച്ച് സംഘടിപ്പിച്ചത്. പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ ബൈജു IPS ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ശമ്പളം ഉണ്ടെന്ന് എത്ര ശമ്പളമാണെന്ന് എൻ്റെ വൈഫിന് അറിയണം. അറിഞ്ഞില്ലെങ്കിലാണ് ഈ പ്രശ്നം. ആഗ്രഹങ്ങൾ കൂടും അല്ലേ? എനിക്ക് എൻ്റെ ശമ്പളത്തെക്കാൾ കൂടുതൽ വലിയ സാരി വേണം, ഗൗഡ് വേണം എന്ന് ചിന്തിച്ചാൽ പോയി. അപ്പോൾ പിന്നെ എന്തായി? അവിടെ ഇവിടെ അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരാൾ വരുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥൻ്റെ ജീവിതം കുറച്ചും കൂടി നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലേ? പിന്നെ എന്നോട് ആദ്യം ഒരു കണ്ടീഷൻ പറയും, നിങ്ങൾ ഞാൻ വന്നെ കൊള്ളാം, എന്നെ സ്റ്റേജൊന്നും പിടിച്ച് ഇരുത്താൻ പാടില്ല. അപ്പോൾ ഞാൻ വേണ്ട, സ്റ്റേജൊന്നും പിടിക്കുന്നത്. പിന്നെ കുന്തവും കുടച്ചക്രമൊക്കെ നിങ്ങൾ അതൊന്നും പറയും, എന്നെ അത് ചെയ്യാത്തത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എന്നെ പറയത്തില്ല. അങ്ങനെ കണ്ടീഷനാണ് കൊണ്ടുപോയത്. അപ്പോൾ അത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, വെറുതെ ചികിത്സകൾ നിങ്ങൾക്കൊരു ബോറടിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു പലപ്പോഴും നമ്മൾ പോലീസിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പെണ്ണ് കിട്ടാൻ പാടില്ലാത്ത ആളുകളാണ്. പെണ്ണ് കിട്ടത്തില്ല. ആർക്കും പോലീസിനെ വേണ്ട. പോലീസുകാർ പറയാം, അയ്യോ ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള പേടിയാണ്. അപ്പോൾ ഇയാളൊക്കെയാണ് ആദ്യം നമ്മൾ പോയ ശേഷം പ്രാവശ്യം കണ്ടു. അപ്പോൾ അത് തെറ്റി എന്തൊക്കെ ഇതേപോലെ പേടിപ്പിച്ചിട്ടുണ്ടോ. പിന്നെയും കറങ്ങി തെറ്റി പിന്നെ ഈ ആലോചന വന്നു. അപ്പോൾ ഈ ആലോചന കൊണ്ടുവന്ന ആളുകൾ എടാ ആങ്ങളെടുത്ത് പറയാ, എടാ പ്രകാശ, ഇത് കറങ്ങി തിരിഞ്ഞ് പിന്നെയും വന്നല്ലോ, അവനുള്ളതാണ്, നമുക്ക് എന്തൊക്കെ നടത്താം. പേടിച്ചിട്ട് പറഞ്ഞാണ് കല്യാണം കഴിച്ച് തരാൻ പറയാം. അപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടി പോയ സമയത്ത് അതുകൂടി പറഞ്ഞു നിർത്താം. നമ്മളെ കാണാതെ പറയാതെയാണ് പോയത്. അപ്പോൾ ചെന്നപ്പോൾ അമ്മയുണ്ടേട്ടാ, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോളിന്നൊരു പാട്ട് കേൾക്കാം, ഒരാൾ പാട്ട് വേണം. അപ്പോൾ അവളെ കുളിക്കുകയാണ്, അതിൻ്റെ പാട്ട് കേൾക്കുന്നത്. അപ്പം അമ്മ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നല്ലൊരു പാട്ടുകാരിയാണല്ലേ വിചാരിച്ചു. അപ്പം അങ്ങനെയല്ല, ബാത്റൂം സിംഗറാണ്. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കല്യാണത്തിന് മുമ്പ് നമുക്കറിയാം സ്വീറ്റ് നത്തിങ് പീരീഡ് ഉണ്ടാവുമല്ലോ. ഫോണിൽ വിളിക്കുമ്പോൾ ഒക്കെ പറയും, എന്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ ടെലിഫോൺ ബില്ല് കൂടെ പേടി, എന്ത് ഇത്രയും ബില്ല് ഈ മാസം ഇല്ലേ? അങ്ങനെയൊക്കെ നോക്കിയിട്ടില്ലേ? കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ. എന്താ പറഞ്ഞു വെച്ചാൽ ആർക്കും അറിയില്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു നോക്കുമ്പോൾ ഈ അമ്മ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഫിസിക്കലി. പക്ഷെ എങ്കിലും ഒരുമിച്ചിരുന്ന് ഇതിപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളൊരു കുടുംബത്തിലുള്ള പ്രായമുള്ള ആളുകളെ എങ്ങനെ കാര്യങ്ങൾ കാണുന്നു, അത് എങ്ങനെ ആ കുടുംബത്തിലെ കുട്ടികളെ സ്വാധീനിക്കുന്നു സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഒരു ക്രിക്കറ്റ് മാച്ച് നടന്ന സമയത്ത് ഞാൻ പഴയ കാര്യം പറഞ്ഞു, ജഡേജ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ടീം ഇറങ്ങി വരുമ്പോൾ ഒരു പെൺകുട്ടി പോയിട്ട് പെട്ടെന്ന് അയാളെ കെട്ടിപ്പിടിച്ച് ഉപ്പ വെക്കും. ഒരു ഫാൻ ഇത് അതൊക്കെ വലിയ പിക്ചർ അടിച്ച് വന്നത് പേപ്പറിൽ. SI ജിഷ്മ B അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IFC R കീർത്തി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പത്മശ്രീ മീനാക്ഷി ഗുരുക്കളെ ആദരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ E അനിതാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ച് വനജ CP, സുമ P, ജമീല VK തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് ബിന്ദു KP സ്വാഗതവും നീതു K നന്ദിയും പറഞ്ഞു. തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.